ഗുഡ് മോർണിംഗ് ഗായ്സ്. നമ്മുടെ ഡേ 2 നമ്മൾ ആരംഭിക്കുകയാണ്. പൂളിലേക്ക് പോകാൻ വേണ്ടി എല്ലാരും റെഡി ആയത്. നെയ്യണ്ടാവാ നമ്മള് വെള്ളം പോലെ ഹായ് പറഞ്ഞിട്ട്. ഗോവയിൽ വന്നിട്ട് ഞങ്ങളുടെ സെക്കൻഡ് ഡേ ആണെന്ന്. എല്ലാവരും രാവിലെ തന്നെ എണീറ്റ് മക്കളെയൊക്കെ കുത്തിപ്പൊക്കി പൂളിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. കിഡ്സ് പൂളുണ്ട്, നമ്മുടെ വലിയ പൂളുണ്ട്. അങ്ങനെ പൂളിൽ നിന്നൊക്കെ ഇറങ്ങി നമ്മൾ ഫ്രഷായി നേരെ ബ്രേക്ക്ഫാസ്റ്റിന് ഓടി എന്ന് പറയാൻ കാരണം നമ്മൾ ആക്ച്വലി ലേറ്റ് ആയിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ടൈം ഓൾമോസ്റ്റ് കഴിയാനായിട്ടുണ്ടായിരുന്നു. പൂളിൽ നിന്ന് ഇറങ്ങാൻ കുറച്ചൊന്ന് ലേറ്റായി. അപ്പോൾ ഇതൊക്കെയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടായിരുന്നത്. ഗോവൻ ചില്ലി ചിക്കൻ, പിന്നെ ബോയിൽഡ് എഗ്സ് ഉണ്ടായിരുന്നു, പാൻ കേക്ക്സ്, പൊട്ടാറ്റോ വെജസ്, സോട്ടേഡ് വെജിറ്റബിൾസ്, പിന്നെ ഗ്രിൽ ടൊമാറ്റോ, ബേക്ക് ബീൻസ്, സമോസയും ചട്നിയും, ഇഡ്ലി, സാമ്പാർ, മസാല പോഹ, ടൊമാറ്റോ മട്ടർ ബജി ആൻഡ് പാലക് പൂരി, മൂലി പറാട്ട. അത് ഈ റാഡിഷിൻ്റെ ഫില്ലിംഗ് ഒക്കെ ഉള്ളൊരു ടൈപ്പ് പറാട്ട ആയിരുന്നു. പിന്നെ കുറേ ബ്രെഡ്സ് ഉണ്ടായി, ക്രൊസോൺസ്, ഫ്ലാറ്റ് ബ്രെഡ്സ്, മഫിൻസ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ലൈവ് സ്റ്റേഷൻ ഉണ്ടായിരുന്നു ഫോർ ഓംലെറ്റ്, പാസ്താസ്. പിന്നെ ഫ്രൂട്ട്സ് ഉണ്ടായി, കട്ട് ഫ്രൂട്ട്സ്, ഫ്രഷ് ഫ്രൂട്ട്സ്, ടീ, കോഫി. ഇതൊക്കെയായിരുന്നു നമ്മുടെ റിസോർട്ടിലെ ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റിലെ സ്പ്രെഡ്. ഒരു ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം നമ്മൾ ഇന്നത്തെ പ്ലാൻ എന്ന് പറയുന്നത് നോർത്ത് ഗോവ ടൂറാണ്. നമ്മളൊരു ടാക്സി ഹയർ ചെയ്തിട്ടുണ്ട്. അപ്പം 10 മണിക്ക് വരാമെന്നാണ് ഓൾറെഡി. ഇപ്പം നമ്മളിപ്പം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മളൊന്ന് ഇറങ്ങുമ്പോൾ തന്നെ 10:20 ടാക്സി പുറത്തുണ്ട്. അപ്പം എന്താ എല്ലാവരും റെഡി ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. നീ എന്നെ പോവാ ഹായ് പറഞ്ഞേ. അഗോഡ ഫോർട്ട്. അപ്പോൾ ഗായ്സ് നമ്മൾ ആദ്യം പോകുന്നത് നമ്മൾ അഗോഡ ഫോർട്ടിലേക്കാണ് പോകുന്നത്. എല്ലാവരും വണ്ടിയിൽ കയറി. ഇവിടത്തേക്ക് കയറാനുള്ള എൻട്രി ഫീ ഒരാൾക്ക് 25 രൂപ വെച്ചിട്ടാണ്. രാവിലെ 8:30 മുതൽ വൈകുന്നേരം 5:30 വരെയാണ് ഈ ഫോർട്ട് ഓപ്പൺ ആയിട്ടുള്ളത്. ഗോവയിൽ തന്നെ വൺ ഓഫ് ദ മെയിൻ ടൂറിസ്റ്റ് സ്പോട്ടുകളിൽ ഒന്നാണിത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മുടെ അഗോഡ ഫോർട്ടിന്റെ മുകളിലാണ് ഉള്ളത്. ഓക്കെ, ദൂരെ കടലാണ്. അടിപൊളി വ്യൂ ആണ് ഇവിടെ നിന്ന്. നമ്മുടെ മക്കളൊക്കെ ഇവിടെ ഉണ്ട്. ഇവരൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അഗോഡ ഫോർട്ട് 1612 പണിതീർന്ന ഈ കോട്ട പോർച്ചുഗീസുകാർ ഗോവയെ ഡച്ചുകാരിൽ നിന്നും മറാഠകളിൽ നിന്നും സംരക്ഷിക്കാൻ വേണ്ടി പണിതൊരു കോട്ടയാണ്. അത്യാവശ്യം നല്ല വെയിലായിരുന്നു ഞങ്ങൾ വിസിറ്റ് ചെയ്ത ടൈമിൽ. അപ്പം ഇവിടെ വരാൻ ഉദ്ദേശിക്കുന്നവർ മാക്സിമം രാവിലെ തന്നെ വന്ന് പോകാൻ നോക്കുക. വരുമ്പോൾ ഹാറ്റ്, സൺസ്ക്രീൻ, കൊട അങ്ങനെ എന്തെങ്കിലും കയ്യിൽ കരുതാൻ നോക്കുക. കാരണം കുറേ നടക്കാനുണ്ട്, നല്ല വെയിലുമാണ്. അഗോഡ എന്നാൽ ജലമുള്ള സ്ഥലം എന്നാണ് പോർച്ചുഗീസിൽ അർത്ഥം വരുന്നത്. ഇടതുവശത്തായിട്ട് ആ കാണുന്നതാണ് ഇവിടുത്തെ ജലസംഭരണി. 23 ലക്ഷം ഗാലൺ വെള്ളമാണ് ഇവിടുത്തെ കപ്പാസിറ്റി. ആ കാലത്തിലെ ഏഷ്യയിലെ ഏറ്റവും വലിയ ഫ്രഷ് വാട്ടർ സ്റ്റോറേജ് ആയിരുന്നു അഗോഡ ഫോർട്ടിലേത്. ഇപ്പോൾ ഈ കാണുന്നതില്ലേ, അതാണ് 4 നിലകളിലായിട്ട് പണിതിട്ടുള്ള ഏഷ്യയിൽ തന്നെ ഏറ്റവും പഴയ ലൈറ്റ് ഹൗസായ അഗോഡ ലൈറ്റ് ഹൗസ്. സത്യം പറഞ്ഞാൽ ഹിസ്റ്ററി ഒരുപാട് ഒളിഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലമാണിത്. അത് നടന്ന് കണ്ട് എക്സ്പ്ലോർ ചെയ്യാനും മനസ്സിലാക്കാനും ഒക്കെ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും 4 ടോട്ടലേഴ്സും പൊരിവെയിലും ഒക്കെ ആയിട്ട് യാത്ര ചെയ്യുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് സത്യം. എന്നാലും പറ്റുന്നത് പോലെയൊക്കെ നമ്മൾ ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു അവിടെ നിന്നുള്ള ഈ വ്യൂ. അറേബ്യൻ സീയിലേക്കുള്ള വ്യൂ ആണിത്. പിന്നീട് കാലത്ത് ഈ ഫോർട്ട് ലൈറ്റ് ഹൗസും ജലസംഭരണിയും മാത്രമല്ല ജയിലായിട്ടും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഈ ഗോവയിലുള്ള ഒരു പ്രത്യേകത, ഇവിടെ മിക്കവാറും ഉള്ളവരും സ്കൂട്ടർ റെന്റിനെടുത്ത് ട്രിപ്പ് ഇതാക്കുന്നവരാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ റോഡിൽ ഒരുപാട് സ്കൂട്ടേഴ്സ് കാണാം. ഈ വരുന്നവരെല്ലാവരും മിക്കവാറും കപ്പിൾസ് ആയിട്ട് സ്കൂട്ടേഴ്സ് റെന്റിനെടുത്ത് പോകുന്നത്. നമ്മൾ ഇത്രയും പേരുള്ളതുകൊണ്ട് പിന്നെ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ സ്കൂട്ടർ എടുക്കാറുള്ളത്. അങ്ങനെ അടുത്ത നമ്മൾ കാൻഡലിൻ ബീച്ചിലേക്കാണ് എത്തിയത്.
ഇവിടെ ഒരു ചെറിയ ഷോപ്പിംഗ് നടക്കാണ്. ബീച്ചിലേക്ക് പോകുമ്പോൾ രണ്ട് സൈഡും ഇങ്ങനെയാണ് കുറേ ഡ്രോയിങ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇങ്ങനെ അവരുടെ ഫിഷർമെൻ കൾച്ചറിന്റെയും അതായത് ഇവിടെ നമ്മളിപ്പോൾ നേരത്തെ നമ്മൾ ആദ്യം പോയ അഗോഡ ഫോർട്ടിന്റെ ഫോട്ടോ, അങ്ങനെ അവരുടെ കൾച്ചർ കാണിക്കുന്ന രീതിയിലുള്ള കുറേ സാധനങ്ങൾ നമ്മൾ ഈ ബീച്ചിലേക്ക് ഇറങ്ങുന്നതിന്റെ വഴിയിൽ തന്നെ ഉണ്ട്. ആവശ്യം നല്ല തിരക്കുണ്ട്. ആക്ച്വലി ഇപ്പൊ ഏകദേശം ഒരു 12:30 മണി സമയമാവും ഉച്ചയ്ക്ക്. ഗോവയുടെ മിക്ക വീഡിയോസിലും ഞാൻ കണ്ടിട്ടുള്ള കാര്യമാണ് ഈ ഗോവൻ ബ്രീഡിങ്. അങ്ങനെ ആ ആഗ്രഹം ഞാനങ്ങ് സാധിച്ചു. ഓരോ സ്ഥലത്തെയും നമ്മുടെ കത്തിയാണ് നമ്മൾ ആലോചിക്കുന്നത്. കാരണം വെച്ചാൽ ഇവിടെ ഇങ്ങനെ ബീച്ചിൽ ഇങ്ങനെ കുറേ സീറ്റ്സ് ഇടുന്നുണ്ട്. എന്നിട്ട് ഇവര് നമ്മളടുത്ത് പറഞ്ഞു 2 സീറ്റിന് 800 രൂപ. അവസാനം 4 സീറ്റിന് 500 രൂപ നമ്മൾ എടുക്കേണ്ടി വന്നു. കാരണം വെച്ചാൽ അമ്മാതിരി വെയില, നമ്മൾ എടുത്ത് പോകും. നമുക്കിവിടെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഈ പൈസ കൊടുത്തത് എടുക്കലേ നിവർത്തിയുള്ളൂ. എന്തൊക്കെ ബിസിനസ്സാണ്. ബീച്ച് ടോയ്സ് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ 4 മക്കളും ഫുള്ളി എൻഗേജ്ഡ് ആയിരുന്നു. അതുകൊണ്ട് ആ 1 അവർ ഞങ്ങൾ കംപ്ലീറ്റ് റെസ്റ്റ് എടുത്തു. ബീച്ച് സൈഡിൽ തന്നെ ഒരുപാട് ബീച്ച് റെസ്റ്റോറൻറ്റ്സ് ഉണ്ടായിരുന്നു. അതിൽ ജാക്സൺസ് ബീച്ച് ഷാക്കിൽ കയറി ഞങ്ങൾ ലഞ്ച് കഴിച്ചു. സത്യം പറഞ്ഞാൽ ഫുഡിൻ്റെ ഫോട്ടോ വീഡിയോ ഒന്നും എടുത്തില്ല. അത്രയും ടയർഡായിരുന്നു. കാരണം ലഞ്ച് കഴിക്കാൻ തന്നെ 2:45 ആയി. ഫുഡൊക്കെ കഴിച്ച് പിന്നെ അടുത്ത സ്പോട്ടിലേക്ക്. ഇത് അഞ്ജന ബീച്ചാണ്. അഞ്ജന ബീച്ചിലേക്ക് പോകുന്ന വഴിയാണ് വ്യൂ പോയിന്റ്. ഇവിടെയൊക്കെ കണ്ടില്ലേ, ഇതിന്റെ സൈഡിലൊക്കെ ഇങ്ങനെ കുറേ സാധനങ്ങൾ വിൽക്കാനൊക്കെ വെച്ചിട്ടുണ്ട്. ഈ ശംഖ്, കക്ക കൊണ്ടുണ്ടാക്കിയ ഈ മാല, മോതിരം, അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ ഇങ്ങനെ വഴിയോര കച്ചവടന്മാർ ഇങ്ങനെ വെക്കാനൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊരു വ്യൂ പോയിന്റ് ആണ് ആക്ച്വലി. ഇതാണ് അഞ്ജന ബീച്ച്. ഭയങ്കര ഭംഗിയാണ്. സൺസെറ്റ് ടൈമാണ്. ഞങ്ങൾ രാത്രി ഒന്ന് പുറത്തിറങ്ങിയിരിക്കുകയാണ്. നോർത്ത് ഗോവ ടൂർ കഴിഞ്ഞ് ക്ഷീണത്തിൽ അങ്ങോട്ട് കിടന്നാൽ കിടന്നു പോകും എന്നുറപ്പുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ കലങ്കൂട്ട് ഏരിയയിലാണ് താമസിക്കുന്നത്. അപ്പം ഈ ഏരിയയിലെ കലങ്കൂട്ട് ബീച്ചിൽ ഒന്ന് പോവാന്ന് വിചാരിച്ചു. അങ്ങനെ ഇപ്പോൾ പോവാണ്. ഇവിടെ ഇങ്ങനെ കുറേ സ്ട്രീറ്റ് ഷോപ്സ് ഉണ്ട്. കുറേ മാലകളും വളകളും ഒക്കെ ഇരിക്കുന്ന കടകള്. നേരെ നൗറ ഷോപ്പിങ്ങിന് പോയിട്ടുണ്ട്. നേര നൗറ എന്തൊക്കെയുള്ള ഇവിടെ? എന്താ ഉള്ള? എടുക്കരുത്. നോ 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 തുടരുത് നോ. അങ്ങനെ കലങ്കൂട്ട് മാർക്കറ്റിൽ നിന്ന് ചെറിയ ചെറിയ ഷോപ്പിംഗ് ഒക്കെ നടത്തി. പിന്നെ അടുത്ത് കണ്ടൊരു റെസ്റ്റോറൻറ്റിൽ കയറി ഡിന്നർ കഴിച്ചു. നേരെ റിസോർട്ടിലേക്ക് തിരിച്ചു വിട്ടു. നമ്മൾ പ്ലാൻ ശരിക്കും കലങ്കൂട്ട് ബീച്ചിൽ പോകണം, അവിടുത്തെ നൈറ്റ് ലൈഫൊക്കെ കാണണം എന്നൊക്കെ ആയിരുന്നെങ്കിൽ പോലും മക്കളായിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും നടക്കണമെന്നില്ല. അപ്പോൾ നേരെ തിരിച്ച് റിസോർട്ടിലേക്കാണ് പോയത്. അങ്ങനെ ഞങ്ങളുടെ ഡേ 2 ഇൻ ഗോവ സമാപിച്ചു. ഗുഡ് മോർണിംഗ്. ഇന്ന് 3ാമത്തെ ദിവസമാണ് നമ്മുടെ ഗോവ ടൂറിൻ്റെ. നമ്മളിതാ രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. അഗൈൻ നമ്മുടെ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കുന്ന പ്രതീക്ഷയിൽ നമ്മൾ പോകുന്നത്. ഇന്ന് കുറച്ചും കൂടി റിലാക്സ്ഡ് ആണ്. നമ്മൾ പൂളിലൊന്നും ചാടിയില്ല. ഇതിൽ രാത്രി ഉറങ്ങാൻ തന്നെ 3 മണിയായി. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ശരിക്ക് നമുക്ക് ആസ്വദിച്ച് കഴിക്കാം. കാരണം ഇവിടുത്തെ ബൊഫേ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയാണ് ഈ ഹോട്ടലിലെ. ഇന്നലെ നമ്മൾ ശരിക്കും പൂളിലൊക്കെ ചാടിയിട്ട് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിന് എത്താൻ തന്നെ ഓൾമോസ്റ്റ് 9:30 ആയി. 10 മണി വരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മളത് കണക്കാക്കിയിട്ട് 8:45 ഒക്കെ ആയപ്പോൾ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് എത്തിയിട്ടുണ്ട്. എല്ലാവരും ഉണ്ട്. ഭയങ്കര എസ്തെറ്റിക്കലി പ്ലീസിങ് റെസ്റ്റോറൻ്റാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്തിട്ട് ഞങ്ങൾക്ക് വാക്കബിൾ ഡിസ്റ്റൻസിൽ തന്നെയായിരുന്നു കലങ്കൂട്ട് ബീച്ച്. ഇന്നലെ രാത്രി ഞങ്ങൾ ഏകദേശം ഇവിടെ വരെയൊക്കെ നടന്നു വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നെ എല്ലാവരും ടയർഡായിരുന്നു, മക്കൾ ഉറങ്ങിപ്പോയി.
അപ്പോൾ പിന്നെ നേരെ ഫുഡ് കഴിഞ്ഞ് റിസോർട്ടിലേക്ക് വിട്ടു. അതുകൊണ്ട് തന്നെ ഇന്ന് ഞങ്ങൾ രാവിലെ വന്നേക്കുന്നത് കലങ്കൂട്ട് ബീച്ചിൽ വാട്ടർ ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവിടെ എത്തുമ്പോൾ തന്നെ കുറേ ടീംസ് നമ്മൾ വന്ന് അപ്രോച്ച് ചെയ്യും, അവരുടെ വാട്ടർ ആക്ടിവിറ്റീസ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു ടീമിനെ നമ്മൾ ഓക്കെ ആക്കി. അതിനുശേഷം അവരുടെ വാട്ടർ ആക്ടിവിറ്റീസിന് നമ്മൾ സെലക്ട് ചെയ്തത് ജെറ്റ് സ്കി, ബമ്പർ റൈഡ്, ബനാന റൈഡ്. ഇപ്പോൾ ഈ കാണുന്നതാണ് ബമ്പർ റൈഡ്. ഇത് അത്യാവശ്യം കൊള്ളായിരുന്നു. ഒരു 2 സീറ്റർ ട്യൂബിൽ നമ്മളൊരു സ്പീഡ് ബോട്ടിൽ തിരകളുടെ ഇടയിൽ കൂടെയൊക്കെ ഇങ്ങനെ സ്പീഡിൽ കൊണ്ടുപോകും. അതാണ് സംഭവം. ഇതാണ് ജെറ്റ് സ്കി റൈഡ്. 3 റൈഡ്സിൽ ഇതായിരുന്നു എനിക്ക് ലീസ്റ്റ് ഇഷ്ടമായത്. കാരണം പ്രത്യേകിച്ച് ഒരു ഫീലൊന്നും കിട്ടിയില്ല. കുറച്ച് ദൂരം പോയി തിരിച്ചു വന്നു, ദാറ്റ്സ് ഓൾ. ഇതാണ് ബനാന റൈഡ്. ഇതിൽ ഒരു റൈഡിൽ 6 പേര് ഒരുമിച്ചായിരിക്കും അവർ കൊണ്ടുപോവുക. കടലിൻ്റെ തീരത്തുനിന്ന് കുറച്ച് ദൂരത്തുനിന്ന് അവർ നമ്മളിങ്ങനെ ഒരു ബനാന ഷേപ്പിലുള്ള ഒരു ബോട്ടിൽ നമ്മൾ 6 പേരെ ഇരുത്തിയിട്ട് അവർ കൂടെ ഒരാളും ഉണ്ടാവും. നമ്മൾ സ്പീഡ് ബോട്ടിൽ ഇത്തിരി ദൂരത്തേക്ക് കൊണ്ടുപോയി പിന്നെ അവിടെ നിന്നൊക്കെ ഒന്ന് കറക്കിയിട്ട് പിന്നെ തിരിച്ച് നമ്മൾ തീരത്തെത്തിക്കുമ്പോഴാണ് ട്വിസ്റ്റ്. അവിടെ നിന്ന് അവർ നമ്മളെ ടിൽറ്റ് ചെയ്ത് വെള്ളത്തിലേക്ക് ഇടും. അത്യാവശ്യം നല്ല തിരയൊക്കെ ഉള്ളൊരു ദിവസമായതുകൊണ്ട് തന്നെ കുറച്ച് അഡ്വഞ്ചറസ് ആയിരുന്നു ഈ റൈഡ്. അങ്ങനെ വാട്ടർ ആക്ടിവിറ്റീസൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ബീച്ച് സൈഡിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ മക്കൾ ആൻഡ് കൂടെ ഇരിക്കുന്ന പ്രഗീയുടെ അടുത്തേക്ക് വന്ന് ചേഞ്ചൊക്കെ ചെയ്ത് ഞങ്ങൾ ലഞ്ചിന് ഫാറ്റ് ഫിഷ് എന്നുള്ള റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്നു. നമ്മളിപ്പോൾ ഉള്ളത് ഗോവയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റുകളിലൊന്നായ ഫാറ്റ് ഫിഷ് റെസ്റ്റോറൻറ്റിലാണ്. ഗോവയിൽ വരുമ്പോൾ മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണെന്ന് പറഞ്ഞിട്ട് വന്നേക്കുന്നതാണ്. കാരണം നല്ല ഫുഡ് കിട്ടുന്ന ഏരിയ ആണ്. അത്യാവശ്യം നല്ല തിരക്കാണ് ഇവിടെ. ഓക്കെ, ഒരുപാട് ഏരിയ ഉണ്ട്, നമുക്ക് ഡൈനിങ് ഏരിയ ഒരുപാടുണ്ട്. അത്യാവശ്യം നല്ല തിരക്കുമാണ്. വെയിറ്റിംഗ് തന്നെ നമ്മൾ ഓൾറെഡി വന്ന് ബുക്ക് ചെയ്തിട്ട് 20 minutes ആണ് വെയിറ്റിംഗ് പറയുന്നത്. എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. 20 minute വെയിറ്റിംഗ്. ഇവിടെ ഇങ്ങനെ ലൈവായിട്ട് നമുക്കിതിനകത്ത് സെലക്ട് ചെയ്യാം. ലോബ്സ്റ്റർ, ക്രാബ്, ഫിഷൊക്കെ ഇങ്ങനെ സെലക്ട് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് നമുക്ക്. ക്രാബൊക്കെ അതുകൊണ്ടാണ് ഇത്രയും ഫേമസ്. അത്യാവശ്യം എക്സ്പെൻസീവ് ആണെന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ഓക്കെ, ഉള്ളിലൊക്കെ അത്രയും ഏരിയാസ് ഉണ്ട്. നമ്മൾ 6 പേരും 4 കുട്ടികളൊക്കെ 10 ടേബിളാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. നമുക്ക് അങ്ങനെ 20 minutes വെയിറ്റിങ്ങിന് ശേഷം നമുക്ക് അത്യാവശ്യം ഒരു നല്ലൊരു സ്പേസ് തന്നെ കിട്ടിയിട്ടുണ്ട്. കാണിച്ചു തരാം. എല്ലാവരും ഇരുന്നു. ഇപ്പോൾ ഓർഡർ ചെയ്യണം, സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്യണം. നമ്മൾ 10 സീറ്ററാണ് പറഞ്ഞത്. നമ്മൾ ഓർഡർ ചെയ്ത ഗോവൻ ഫിഷ് താലി മീൽസ് വന്നിട്ടുണ്ട്. സംഭവം ഈ ചപ്പാത്തി മാതിരി ഇരിക്കുന്നത് മീനാണ്. റൊട്ടി മാതിരിയൊക്കെ തോന്നും കണ്ടു കഴിഞ്ഞാൽ, പക്ഷെ മീനാ. കിങ് ഫിഷ് തവ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് വന്നിട്ടുണ്ട്. താലി മീൽസ് നമ്മൾ 4 എണ്ണം പറഞ്ഞത്, 3 എണ്ണം കൂടെ വരാനുണ്ട്. ഇതിനകത്ത് സാലഡ് ഉണ്ട്, ഒരു നമ്മുടെ ബീട്രൂട്ട് കിച്ചടി പോലൊരു സാധനമുണ്ട്. ഇത് പൈനാപ്പിൾ കിച്ചടി, ഇതൊരു അവിയൽ മാതിരി ഒരു സാധനം. എന്താണ് വെജിറ്റബിൾ പീച്ചിങ്, പിന്നെ കക്കുണ്ട്, ഞണ്ടുണ്ട്. ഇത് ഏതോ ഒരു സാധനം, ഒരു ചെറുമീനാണിത്. അത് നല്ലൊരു വെറൈറ്റി മീൻ കറിയായിരുന്നു. അച്ചാറ്, റൈസ്, ഇത്രയും സാധനമാണ് ഫിഷ് താലി മീൽസിൽ വരുന്നത്. അതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു ഫിഷും, വലിയ ഫിഷും. നല്ല ടേസ്റ്റാണ് ഇത്. എന്തൊരു സോഫ്റ്റാണെന്നറിയോ ഇത്. ആ ഉള്ളിൽ നല്ല ഫ്രഷ് ഫിഷിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് ഈ ഫാറ്റ് ഫിഷിൽ നിന്ന് അറിയാൻ പറ്റും. അത് ക്രാബ് സുക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു പോർച്ചുഗീസ് ഡെസേർട്ട് ഞാൻ പലയിടത്തായിട്ട് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതും കൂടി ഒന്ന് ഓർഡർ ചെയ്തു. സൂപ്പർബ് ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇതിൻ്റെ. അങ്ങനെ ഒരു ഹെവി ലഞ്ച് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങളുടെ നെക്സ്റ്റ് പ്രോപ്പർട്ടിയിലേക്ക് പോയി. ഇത് നെരുൾ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു അപ്പാർട്ട്മെൻറ്റാണ്. നമ്മൾ എയർബിഎൻബി ത്രൂ ആണ് ഇത് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്.
ഇന്ന് നമ്മളുടെ ഗോവയിലെ ലാസ്റ്റ് ഡേ. അപ്പം ലാസ്റ്റ് ഡേ പ്രത്യേകിച്ച് പ്ലാൻസ് ഒന്നുമില്ല, ചുമ്മാ ചില്ല് ചെയ്യാനാണ്. സോ ഒരു അപ്പാർട്ട്മെൻറ്റ് ബുക്ക് ചെയ്തു. ഇവിടുത്തെ ചെക്ക് ഇൻ ടൈം ഉച്ചയ്ക്ക് 2 മണിയാണ്. പക്ഷെ ഞങ്ങൾ എത്തിയപ്പോൾ ഓൾമോസ്റ്റ് 6 മണിയായിട്ടുണ്ടായിരുന്നു. വാട്ടർ ആക്ടിവിറ്റീസും പിന്നെ ഉച്ചക്കലത്തെ ലഞ്ചിന് വെയിറ്റിങ്ങും ഫുഡും ഒക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ലഗേജ് നമ്മൾ മുമ്പത്തെ റിസോർട്ടിൽ നിന്ന് എടുത്ത് ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് 6 o'clock ആയി. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനൊന്നും സാധിച്ചില്ല. ശരിക്കും അത്യാവശ്യം എക്സ്പ്ലോർ ചെയ്യാനൊക്കെ പറ്റുന്നൊരു പ്രോപ്പർട്ടി തന്നെയായിരുന്നു ഇത്. ഭയങ്കര ഈസ്തെറ്റിക്കലി പ്ലീസിങ്, വെരി വെൽ മെയിൻറ്റെയിൻഡ് പ്രോപ്പർട്ടി. ആരെങ്കിലും ഈ ഒരു ഏരിയയിൽ താമസിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ ഈ അപ്പാർട്ട്മെൻറ്റ് പേര് മറക്കണ്ട, എൽ റീനോ അപ്പാർട്ട്മെൻറ്റ്സ്, നീരുൾ. ഇവിടെ ഒരു ചെറിയ വെയിറ്റിംഗ് ഏരിയയും ലൗഞ്ച് പോലൊരു സ്പേസ് ഉണ്ടായിരുന്നു. ഇവരിവിടെ വെയിറ്റ് ചെയ്യുന്ന ടൈമിൽ ഞാൻ നേരെ നമ്മളുടെ അപ്പാർട്ട്മെൻറ്റിൽ പോയിട്ട് വേഗം എല്ലാവരും കയറുന്നേക്ക് മുന്നേ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് കിട്ടിയിരിക്കുന്നത് D3 ആണ്. ഇത് തുറന്നു വരുമ്പോൾ ഇങ്ങനെ ഒരു ലിവിങ് സ്പേസ് പോലെയുണ്ട്. ഭയങ്കര ഭംഗിയുള്ളൊരു ലിവിങ് സ്പേസാണ് വിത്ത് ഡൈനിങ് ഏരിയ ആൻഡ് മുകളിലൊരു റൂമുണ്ട്. അത് കാണിച്ചു തരാം. ഓക്കെ, എനിക്ക് അതിൻ്റെ ഫ്ലോറിങ് ഭയങ്കര ഇഷ്ടമായി ആൻഡ് വെരി ബ്യൂട്ടിഫുൾ ആൻഡ് എസ്തെറ്റിക്. ഒരു ചെറിയ കിച്ചൺ സ്പേസ് ഉണ്ട്. അതിൽ ഫ്രിഡ്ജും വാഷിംഗ് മെഷീൻ, അവൻ, അങ്ങനത്തെ അത്യാവശ്യം വേണ്ട ഐറ്റംസ് എല്ലാം ഉണ്ട്. പിന്നെ 2 റൂംസാണ് താഴെയുള്ളത്. ഇതൊരു റൂമാണ്. ഐ തിങ്ക് അവിടെ ഒരു ബാൽക്കണി സ്പേസും കൂടി ഉണ്ട്, നമുക്ക് നോക്കാം. ബാക്കിയുള്ളൊരു വെയിറ്റിംഗ് ആണ്. ഇത് സെക്കൻഡ് റൂം. ഇവിടെ ഒരു അറ്റാച്ച് ബാത്റൂം ഉണ്ട്. എന്താ, അതിനൊരു ബാൽക്കണി സ്പേസ് പോലെയുണ്ട്. ഒരു കോമൺ വാഷ്റൂം ഉണ്ട്. പിന്നെ മേളിൽ ഒരു ബെഡ്റൂമും കൂടി ഉണ്ട്. അതിനും അറ്റാച്ച് ബാത്റൂം ഉണ്ട്. ഇതിൻ്റെയൊക്കെ വ്യൂ വിശദമായിട്ട് കാണിച്ചു തരാം കേട്ടോ. ആൻഡ് ഒരു റൂഫ് ടോപ്പ് ഉണ്ട്. ഓക്കെ, ഇതിപ്പോൾ ഓപ്പൺ അല്ല, നമുക്ക് ഓപ്പൺ ചെയ്യാം. അവിടെ റൂഫ് ടോപ്പിൽ ജാക്യൂസി ഒക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, സോ ദിസ് ഈസ് ആർ റൂം. ഓടിച്ചു വിട്ടൊരു അപ്പാർട്ട്മെൻറ്റ് ടൂറാണ് ചെയ്തത്. കാരണം എനിക്കറിയാം മക്കൾസൊക്കെ കയറി കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ സമാധാനത്തിലൊരു വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ലാന്ന്. അതുകൊണ്ട് പെട്ടെന്നൊരു വീഡിയോ എടുത്തു വ്ളോഗിലിടാനായിട്ട്. അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും എത്തി. റൂമിലെത്തിയ ഉടനെ തന്നെ ഞങ്ങൾ ചേഞ്ച് ചെയ്ത് നേരെ അവിടുത്തെ കോമൺ പൂളിലേക്ക് വിട്ടു. പിന്നെ അവിടെ കുറച്ച് നേരം കളിച്ച് ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ റൂമിൽ വന്ന് ഫുൾ റിലാക്സ് ചെയ്തു. പിള്ളേരൊക്കെ സ്പീക്കറിൽ പാട്ടൊക്കെ ഇട്ട് ഡാൻസൊക്കെ കളിച്ച് അങ്ങനെ അവരുടെ ടൈം അവർ എൻജോയ് ചെയ്തു. അത് കഴിഞ്ഞ് ഡിന്നറൊക്കെ ഓർഡർ ചെയ്തു. റൂഫ് ടോപ്പ് ജക്യൂസിയിൽ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു. പിന്നെ ഞങ്ങളെല്ലാവരും കിടന്നു. രാവിലെ 4 മണിക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാനുള്ള വണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ കറക്റ്റ് ടൈമിനാണ് എത്തിയത്. ആക്ച്വലി ട്രെയിന് ഡിലേ ഉണ്ടായിരുന്നത് കൊണ്ട് ട്രെയിൻ കിട്ടി എന്ന് പറയാം. അങ്ങനെ നമ്മുടെ കസിൻസ് ട്രിപ്പ് അവസാനിച്ചിരിക്കുകയാണ്. ഒരുപാട് കാലത്തെ പ്ലാനിങ്ങിന് ശേഷം സക്സസ് ആയിട്ട് നടന്ന ഒരു 3 days ഓഫ് ബ്യൂട്ടിഫുൾ മെമ്മറീസ് ആയിരുന്നു അത്. മക്കളും ഈക്വലി എൻജോയ് ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ ഹൈലൈറ്റ്. ഇനിയും ഇതുപോലെ കുറേ ട്രിപ്പുകളൊക്കെ പോകാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.